മറ്റൊരു വാർത്തയിലേക്ക് റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സ്ഥലമാറ്റം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണനെയാണ് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത്. മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അർജുൻ ഹേമ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ ഹേമ, ഇക്കാര്യത്തിൽ ഈ സ്ഥലമാറ്റം അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ സ്ഥലമാറ്റം? സ്വാഭാവിക നടപടിക്രമമാണോ? സുജയ, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഇദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം വേണമെന്ന്. ആ അപേക്ഷയും നൽകിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. പകരം ജില്ലാ അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ജി ഗോപകുമാറാണ് കാസർഗോഡ് പകരം നിയമിതനാകുന്നത്. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് 30-ാം തീയതിയായിരുന്നു വലിയൊരു കേസിൽ, അതായത് റിയാസ് മൗലവി കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം 7 ജഡ്ജിമാർ മാറുന്ന സാഹചര്യമായിരുന്നു. 8ാമത്തെ ജഡ്ജിയാണ് ഈ കേസ് പരിഗണിക്കുന്നതും വിധി പറയുന്നതും. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കെ ബാലകൃഷ്ണനെതിരെ വലിയൊരു വിമർശനങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജഡ്ജിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നൊക്കെയുള്ള ഒരു വാദങ്ങളായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വിധിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ സ്ഥലം മാറ്റത്തിന് പിന്നിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ട പ്രകാരമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായി കെ ബാലകൃഷ്ണൻ നിയമിതനാകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം ഉണ്ടാകുന്നത്. സുജയ. ഓക്കെ, അർജുൻ ഹേമയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് ജഡ്ജി നേരത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ് ഒരു സ്വാഭാവികമായി ഉണ്ടായ സ്ഥലമാറ്റം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.